അടിപൊളി പാൽക്കുഞ്ച് റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാൽക്കുഞ്ച് റെസിപ്പിയാണ് ഇത്. നല്ല അപ്പം, നമ്മുടെ പാലപ്പം, പിന്നെ പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി പാൽക്കൊഞ്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് വളരെ സിമ്പിൾ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. കുരുമുളക്, ഉപ്പ്, മഞ്ഞൾ ചേർത്ത് ഒരു അരമണിക്കൂർ കൊഞ്ചൊന്ന് തിരുമ്മി വയ്ക്കുക. അതിനകത്ത് ഞാൻ ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അപ്പുറം ഒന്ന് മുരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ആക്കി ഇങ്ങെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഓയിലിൽ ആ കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ വരും. അങ്ങനെ ഒന്ന് ആക്കി വയ്ക്കുക. പിന്നെ സവോള, ഗാർലിക്ക്, പിന്നെ ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഈ കൊഞ്ച് ഇതുപോലൊന്നായി എടുത്തിട്ടുള്ള ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ തക്കാളി ഒഴികെ എല്ലാ സാധനങ്ങളും ഇടണമായിരുന്നു. ഞാൻ അറിയാണ്ട് എല്ലാം കൂടെ തട്ടിക്കൊടുത്തു. പക്ഷെ അതും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. തക്കാളി ഉള്ളി ഒന്ന് വഴണ്ടിട്ട് ഇടുന്നത് ബെറ്റർ ആയിരിക്കുമേ. അത് കഴിഞ്ഞ് പൊടികളായിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമാണ് നമ്മുടെ പൊടികളായിട്ടിടുന്നത്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആ കൊഞ്ചും കൂടെ ഇടുക. കൊഞ്ചിട്ടിട്ട് നമ്മുടെ രണ്ടാം പാല് കുറച്ച് അതിനകത്തോട്ട് ഒഴിക്കുക. രണ്ടാം പാലിലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കോൺഫ്ലവർ ഞാൻ കലക്കി വയ്ക്കുന്നുണ്ട്. അതാണ് ആ ക്രീമി ഗ്രേവിയുടെ രഹസ്യം. ആ കോൺഫ്ലവർ, ആ തേങ്ങാപ്പാലിൽ കലക്കി വെച്ചത് ജസ്റ്റ് അതിനകത്തോട് ഒഴിച്ചിട്ട് നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയുടെയും കൂടി ഇട്ടാൽ നമ്മുടെ അടിപൊളി പാൽക്കൊഞ്ച് റെഡിയാട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയ കൊഞ്ച് അടിപൊളിയാണ്. ഞാനിവിടെ നല്ല പാലപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല സോഫ്റ്റ് പാലപ്പം. എനിക്ക് ഈ അരിവ് മുരിയുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് പാലപ്പമാണ് കുറച്ചുകൂടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ്? അപ്പോൾ അടിപൊളിയായിരുന്നു, സെറ്റ് പാലപ്പമായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.